ഇന്നത്തെ ബാക്കപ്പ് പ്ലാനാണ് ഗൈസ്. എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ ചെറുക്കം ഇവിടെ കിടക്കണ്ടാവും. കാണിച്ചുതരാം. കിടക്കുന്ന കിടപ്പണ്ടിയില്ല ഗൈസ്. വണ്ടിയിൽ നമ്മൾ ലിപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്പർ പ്ലേറ്റും കിട്ടി, ഓൾ ഇന്ത്യ പെർമിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മിക്കവാറും ട്രിപ്പ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലെജൻഡിൻ്റെ ഒരു ട്രിപ്പ് ഉണ്ടാവും ഗൈസ്. അതിന് മുന്നേ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു വണ്ടി ഉണ്ട് ഗൈസ്. അതിൻ്റെ ട്രിപ്പ് ഉണ്ട് ആദ്യം. അതിന് മുന്നേ നമ്മൾ ഇന്നൊരു കിടിലൻ സാധനം എടുക്കാൻ പോവാണ്. ഏതായാലും നേരെ വണ്ടി കയറാം. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. നേരെ വണ്ടി എടുക്കാണ് നല്ല ഐശ്വര്യമായിട്ടാണ് വണ്ടി എടുക്കാൻ ഗൈസ്. അപ്പം നേരെ ഇനി ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ പോകണം എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം വീട്ടിൽ പോകണം ഗൈസ്. എന്നിട്ട് അവിടെ കുറച്ച് ടീം നിൽക്കുന്നുണ്ട്, അവരൊക്കെ ഒന്ന് പിക്ക് ചെയ്യണം. എന്നിട്ടാണ് പ്ലാന് ഗൈസ്. നല്ല ഐശ്വര്യമായിരുന്നു ഗൈസ്. ഭാഗ്യമൊന്നും പറ്റിയില്ല വണ്ടിക്ക്. ഇതൊക്കെ എവിടുന്ന് തന്നെയാ. അയാൾക്ക് ബ്രേക്കില്ലാതെ പോയാൽ നിങ്ങൾക്ക് ആ പോക്കണ്ടപ്പോൾ മനസ്സിലായിന്ന്. അത് 99% ഉണ്ട് ഇപ്പോഴും. ഇവരൊക്കെ എന്താണ് ഗൈസ്, ഇവർ വണ്ടി മൂലം തട്ടിച്ചു പോകുള്ളൂ. എവിടേക്കൊക്കെ ഒന്ന് കൊടുക്കാം ഗൈസ്. അവന് ബ്രേക്കില്ലാതെ പോയാണ്. വെസ്റ്റ്സിന് ഒരു ഓണടിച്ചതിൻ്റെ സൗണ്ടാണ് ഗൈസ് കേട്ടെ. 99% ആയിപ്പോയി. ഏതായാലും നമുക്ക് നോക്കാം ഇപ്പം എത്ര അതിൻ്റെയാവും. 99 ഞാൻ പെമ്പിടി തട്ടിയപ്പോഴാണ് സംഭവം. 99 ആയി. ഒന്നും പറ്റിയില്ല ഗൈസ്. അവിടെ ഇങ്ങോട്ട് പോകുന്നായിരുന്നു. അപ്പോൾ കമ്പനി വാനിന് എന്തോ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം കടുക്കുകയാണ്. അപ്പം കണ്ട വണ്ടിയാണ് ഗൈസ്, KSRTCൻ്റെ വോൾവോ. അപ്പം ഇത് നിങ്ങൾ നോക്കി വെച്ചോ ഗൈസ്. ഇതായിട്ട് ഒരു എക്സ്പ്രൻ്റെ ഒരു വണ്ടിയാണ് നമ്മൾ ഇറക്കാൻ പോണേ. വണ്ടിക്ക് ഒരുതേ പോവുള്ളൂ മച്ചാന്. എന്താണ് അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പ്രേഡ് ചെയ്ത സാധനമാണ് നമ്മൾ ഇന്ന് ഇറക്കാൻ പോണേ ഗൈസ്. നമുക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ ഒന്ന് ഇറക്കാൻ. പിന്നെ നമ്മൾ സർപ്രൈസായി വെക്കണ്ടല്ലോ ഗൈസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകണം എന്താന്ന് നമുക്ക് നമ്മളെ വീട്ടിലെത്തിയിട്ട് പറയാം ഗൈസ്. അവരെ നമ്മൾ സർപ്രൈസായിട്ട് വെക്കുള്ളൂ ഗൈസ്. ഇതെന്താണ് ട്രാവലർ ഇങ്ങനെ കാണുന്നത് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് പറപ്പിച്ച് വിടാം. ഇത് മുഴുവൻ കുഴപ്പമാണല്ലോ ഗൈസ്. ഇത് നമ്മളെ പുതിയ ട്രാഫിക് മോഡാണ്. KBCയുടെ പുതിയ ട്രാഫിക് മോഡാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇതിലിപ്പം വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ KSRTCൻ്റെ ആ സാധനം. പിന്നെ ഇങ്ങനത്തെ റൂട്ട് മോഡ് കാണുന്ന ഈ സാധനമൊക്കെയാണ്. ഇതിൻ്റെ വിശദമായിട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കി കൊള്ളിച്ചു ഗൈസ്. ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് വിശകലനം ചെയ്ത് ഞാനത് ഒരു വീഡിയോ കണ്ടാൽ പിന്നെ നിങ്ങൾക്കൊന്നും കാണേണ്ടിയില്ല. നിങ്ങൾക്ക് നേരെ വേണ്ട ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഗൈസ്. അപ്പോൾ ആ ഒരു വീഡിയോ എന്താ വിടും. അപ്പോൾ വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുകൊണ്ട് ഒരു കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് വിടുന്നതാണ് ഗൈസ്. അങ്ങനത്തെ ഇതിൻ്റെ ഒരു KBCയുടെ ട്രാഫിക് കൂടെ എങ്ങനെയാണ് ബസ് ഫെഡിൽ ചെയ്യാമെന്നില്ല വിശദമായിട്ടുള്ള വീഡിയോ കണ്ടിരുന്നു ഗൈസ്. ടാറ്റൻ്റെ വണ്ടിയൊക്കെ പോകണുണ്ടില്ല ഗൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചുമ്പോൾ കാണാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോകാം. നമ്മളെ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ഇവിടെ ഇറക്കാം. അപ്പോൾ സർപ്രൈസ് ഞാൻ ഇവിടെ നിന്നാണ്ട് ഓപ്പൺ ആക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മളെ പിള്ളേർ വന്ന് കയറട്ടെ, എന്നിട്ട് നമുക്ക് സർപ്രൈസ് നിങ്ങളോട് പറയാം. വരുന്ന വഴി നല്ല ചളി പിടിച്ചിട്ടുണ്ട് വണ്ടി. പിന്നെ വണ്ടി നമ്മളെ Z1+Z അസ്ത്രയാണ്. അത് ഞങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മളെ ചക്കന്മാരൊക്കെ കയറിയെന്ന് നേരെ വണ്ടിയുടെ എടുക്കാം. വേഗം വണ്ടിയുടെ എടുത്ത് നമുക്ക് നേരെ അവിടെ നിന്നാണ്ട് ടൈം ചെയ്യാം. അപ്പം അവിടെ നിന്ന് വളച്ച് തിരിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഗൈസ്. ഫോർച്യൂണർ എന്താ ഡീറ്റെയിലിംഗ് അല്ലേ. ഇവിടെ കുറേ നേരം ഇതിലങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വളച്ചൊതുക്കിയിട്ടാണ് നമുക്ക് വണ്ടി ഇവിടുന്ന് തിരിച്ച് പോകണം ഗൈസ്. അപ്പം എന്താണ് കാര്യമെന്നില്ലേ ഞാൻ പറയാം. Z1ൻ്റെ ലുക്ക് വേറെയാണ് കേട്ടോ ഗൈസ്. Z1ൻ്റെ ഒരു ബാക്കിൻ്റെ ലുക്ക് വേറെയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് വളച്ചൊതുക്കിയിട്ട് പോകണം ഗൈസ്. അങ്ങനെ വളച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പോകണതാണ്. അപ്പോൾ കാര്യം ഞാൻ പറയാം. സംഭവം ഇന്ന് നമ്മൾ സ്ലീപ്പർ കോച്ച് എടുക്കാൻ പോകാണ് കേട്ടോ ഗൈസ്. സ്ലീപ്പർ കോച്ച് എന്ന് പറഞ്ഞാൽ ചില്ലറ കോച്ചല്ല, കുറച്ച് വലിയ ടൈപ്പ് ആണ്. അപ്പം ഏതാണെന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്.
ഒരു കിടിലം കോച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മളൊന്ന് ജസ്റ്റ് തട്ടേണ്ടിയായിരുന്നു. ഇപ്പോൾ വണ്ടി നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരു കോച്ച് KSRTC കാണിച്ചു തരാം. ഇതേ ഒരു സാധനം ആയിക്കോട്ടെ ഗൈസ് ഞാനും എടുക്കാൻ പോണേ. ഇങ്ങനത്തെ ഒരു സ്ലീപ്പിംഗ് കോച്ച് അതിൽ നമുക്ക് പോയി കടന്നുറങ്ങാൻ എന്ത് വേണം ചെയ്യാം ഗൈസ്. അജാതി ഉറങ്ങിയാണ്ട് കാഴ്ചകൾ കാണാം ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ. അപ്പം അതിൽ നമ്മൾ ട്രിപ്പൊക്കെ പോവും ഗൈസ്, നിങ്ങൾ കാണാം. അപ്പം അങ്ങനത്തെ സാധനം എടുക്കാനാണ് നമ്മൾ പോകണം. നമ്മളെ ഫാമിലീസിനൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടി ഒരു വലിയ ബസ്സിലാണ് പോകുന്നത് ഗൈസ്. എല്ലാ ഫാമിലിയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം കൂടി സ്ഥലം ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം എന്തോ ഒരു ATP ആണ്, എന്നാലും പറയാൻ പറ്റില്ല ഗൈസ്. എല്ലാവരും ഇല്ല അല്ലേ. 49 സീറ്റ് വണ്ടിയാണ് ഗൈസ്. ഏതായാലും നമുക്ക് നമ്മളെ ക്യാപ്റ്റന് ATP ആക്കണം ഗൈസ്. നമ്മൾ കമൻ്റ് ആക്കിട്ടോ. സംഭവം വണ്ടി നമ്മൾ ATP അല്ല, നമുക്ക് ATP ആക്കാം. പറഞ്ഞാൽ കളർ അടിച്ചാൽ നിർക്കാം. നമ്മളെ സ്വന്തം സാധനമാണ് ഗൈസ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ്. നമുക്ക് സോണിക്ക് വേണം വൈറ്റ് അടിച്ചാണ്ട് ക്യാപ്റ്റൻ വേണം ഇതിലൂടെ ഇറക്കുക. കാരണം അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് നമുക്ക് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഗൈസ്. എനിക്ക് മറക്കാൻ കഴിയില്ല വണ്ടി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് കളർ അടിക്കാൻ കഴിഞ്ഞാൽ അടിക്കും ഗൈസ്. അപ്പോൾ സോണിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. എടുത്ത് ട്രിപ്പ് പോലും ഓടാതെ നമ്മൾ കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു മോശമല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻ്റ് ആക്കിക്കോളി, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യാം കേട്ടോ. അപ്പം നേരെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നേരെ നമ്മൾക്ക് എടുക്കേണ്ട സ്ഥലത്തെത്തിയിട്ട് കാണാം. ചളിയൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി കയറ്റി എന്നിട്ട് അതിൻ്റെ ചളി അങ്ങോട്ട് പോവില്ലല്ലോ ഗൈസ്. ചളി അങ്ങോട്ട് പോരുന്നില്ല ഗൈസ്, വെറുതെ കയ്യാണ്. ഇപ്പം തന്നെ മയം പെയ്ത് ഗൈസ്, വല്ലാത്തൊരവസ്ഥയല്ലേ ഗൈസ്. കയ്യ അപ്പനെ മഴയോട് പെയ്ത് വല്ലാത്തൊരവസ്ഥ. ഏതായാലും നമുക്ക് നേരെ വണ്ടിയും കൊണ്ട് പോയിട്ട് കാണാം. പോയില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ മുന്നിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്കെന്തായാലും പോയി മാറ്റി വെക്കാം. എന്നാൽ ആ വണ്ടി അങ്ങോട്ട് പോയിക്കോളൂ. അപ്പോൾ മുന്നിൽ കിടക്കുന്ന സിങ്കാണ്, അല്ല ഫോർച്യൂണർ ബ്രേക്ക് ഡൗൺ ആയി എന്നാണ് പറയുന്നത് കേട്ടോ ഗൈസ്. സിങ്കാണ് തോന്നുന്നുണ്ട്, ഏതാ വണ്ടിയെന്ന് അറിയില്ല ഗൈസ്. ഏതായാലും ഈ ബൈക്കാലൊന്നും പോയില്ലെങ്കിൽ എനിക്ക് ഇതിലെങ്ങനെ എടുത്താൽ പോയില്ല ഗൈസ്. അല്ലെങ്കിൽ സിങ്കത്തെ അതിൽ തന്നെ പോകണമെന്നുണ്ട്, വേറെ എത്ര വൈൻ്റെ ഇവിടെ. നേരെ കാണാൻ നോക്കിയൊക്കെ ഗൈസ്. അത് സിങ്കാണ്, സിംഗത്തിന് അവസാനമാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഹൈയൊക്കെ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു ഹൈറ്റിന്ന്. നമ്മളെ പിള്ളേരവിടെ പാട്ട് വിട്ട് സെറ്റായിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റൊക്കെ ഗൈസ് ഡ്രാഫ്റ്റ് മോഡിലെ എബിലിറ്റി ആണ് കേട്ടോ ഗൈസ്. നമ്മളെ പിള്ളേരവിടെ പാട്ടിട്ടുണ്ട്. നമുക്കേതായാലും ഇവിടെ ടൈമില്ല, വേഗം പോകാനാണ്. അപ്പം നേരെ പറക്കാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മളെ വണ്ടി ഇനി കാണാൻ പോകാം ഗൈസ്. വണ്ടി കണ്ടിട്ട് കാണാം. അപ്പോൾ ഏതായാലും നമ്മൾ പോണ വഴി നമ്മളെ പീക്കാച്ചോനെ കാണാൻ കഴിഞ്ഞത്. പീക്കാച്ചോ എന്തോ തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ആക്സിലേറ്റർ വിടാം. അപ്പോൾ പീക്കാച്ചോ എന്തോ തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് പിടിച്ച് നോക്കട്ടെ ഗൈസ്. പീക്കാച്ചോനെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞപ്പോൾ വലിയ ഹച്ചിരിക്കാണ് കേട്ടോ. സോ ഇതിൻ്റെ അസ്ത്രൻ്റെ ഒക്കെ കിടിലായിട്ട് ചെയ്തിരുന്നു. സിങ്ക് അതിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഫോർച്യൂണർ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അടുക്ക്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയാണ് സിങ്ക് അവിടെ നിന്നീന് തന്നെ. ഏതായാലും നമുക്ക് നേരെ വണ്ടി ഇവിടുന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഇങ്ങോട്ടല്ല പോകേണ്ടി ഗൈസ്. നമ്മൾ അവിടെ പീക്കാച്ചോനെ കണ്ടുകൊണ്ട് വന്നാണ്, നമുക്ക് ഇതിലാണ് പോകേണ്ടി ഗൈസ്. നമ്മളേതായാലും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും പോകാണ്ട് പോയിക്കോളൂ. വളവൊന്ന് ഇച്ചിരി കൂടി പോയാണ്. ഒന്നും പറ്റിയോ ചോദിച്ചു, ഒന്നും പറ്റിയില്ല. അമ്മക്ക് ഇതൊക്കെ സാധാരണ അല്ലേ. എല്ലാവരും പോയിക്കോട്ടെ, നമ്മൾ വലിയ ട്രിപ്പാണെന്ന് പറഞ്ഞേ. പിടിക്കാനും വേണ്ടി എന്ത് കഷ്ടപ്പാടാ ഗൈസ് ഞാൻ പെട്ടെ. അല്ലേ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് വിടാം കേട്ടോ ഗൈസ്. വർക്ക്ഷോപ്പിൻ്റെ അവിടെ ആയിട്ടാണ്. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ എന്തല്ല ഗൈസ്, നമ്മളെ വർക്കിന് വേണ്ടി കൊണ്ടുപോയാണ്. നമ്മളാ പേര് അഡീഷണൽ നെയിം അങ്ങനത്തെ അടിച്ചേണ്ട ഗൈസ്. അതിന് വേണ്ടി വെച്ചാണ് വണ്ടി വർക്ക്ഷോപ്പിലേക്ക് എത്തിപ്പെട്ടത് ഗൈസ്. അപ്പം
പറഞ്ഞ ഒറിജിനലായിട്ടുള്ള റൂട്ട് വെച്ച് പോകുമ്പോൾ നമ്മൾ ഒരു ലോഡ് ടൈം പിടിക്കും ഗൈസ് അവിടെ എത്താൻ. നല്ല ടൈം പിടിക്കും അവിടെ എത്താൻ ഗൈസ്. അപ്പോൾ ഏതായാലും ഇതിൽ തന്നെയാണ് പോണ വഴി. അപ്പോൾ അതിലങ്ങനെയൊക്കെ പോയി കറങ്ങി ഇതിലെ വരണം ഗൈസ്. അതുകൊണ്ടാണ് ഇന്ന് കാണണമൊക്കെ ബ്രേക്ക് ഡൗൺ ആവണല്ലോ ഗൈസ്. വല്ലാത്തൊരു കഷ്ടനാണ്, എല്ലാം ബ്രേക്ക് ഡൗൺ ആവാണ്. നേരെ ഈ ഒരു ഇടയിൽ കൂടെ എടുത്തു പോവാം. പീക്കാച്ചുണ്ട് അതിലങ്ങനെ വന്നാണ്ട് ഇങ്ങോട്ട് തേച്ച് വെച്ചിരുന്നുണ്ട് ഗൈസ്. ഞാൻ എഡീഷണൽ നെയിം അടിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഗൈസ്. അപ്പോൾ സിങ്ക് ഉണ്ട്, രണ്ടും കൂടി ഉള്ള ട്രിപ്പാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. റോഡ് മോശമാണ്, കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ കണ്ടല്ലേ. നമ്മളാരിതിൽ പിടിച്ചിട്ടുണ്ട്. അച്ഛനെ മാറിയുണ്ടാ, ഇതെന്താണ് കാണിച്ച ഗൈസ്. ഞാനിങ്ങനെ പോണ്. നമുക്ക് ഏതായാലും ഈ ഇതിലെ റൂട്ടുണ്ട്, എല്ലാവരും കയറ്റി പിടിക്കുക. നമ്മളോട് വല്ല കളി. നമുക്ക് ഇതൊന്നും ആക്കിയാലോ നമ്മളെ ഷെഡ് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും വീട് കിട്ടുകയാണെങ്കിൽ പൊളിക്കാന് ഗൈസ്. ഇതാടാക്കിന് നമ്മളെ ഷെഡ്. ഒന്ന് ഇറങ്ങി കാണിച്ചാലോ ഗൈസ്. ഏതെങ്കിലും മെയിനായിട്ടൊരു വണ്ടിയൊക്കെ അവിടെ വെക്കാം, ബാക്കിയൊക്കെ ഈ ഷെഡിൽ വെക്കാം ഗൈസ്. ആ ബസ്സല്ല അവിടെ കിടന്നോളൂ. ഇനി ഓരോ ഷെഡാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മൾ എന്തായാലും വലിയ ഒരു അവസ്ഥയായി പോയല്ലോ ഗൈസ്. ഇങ്ങനെ കയറിയാണ് ഞങ്ങൾക്ക് നേരെ ഇറങ്ങാട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അയാൾ റൂട്ട് പിടിച്ചോണ്ട് പെട്ടെന്ന് ഇവിടെ എത്തി കിട്ടിയെന്ന് കേട്ടോ ഗൈസ്. നമുക്കവിടെ പറക്കാം. റോഡൊക്കെ പക്ക മോശമാണ് എന്ന് പറയാലോ, പക്ക മോശമാണ് ഗൈസ്. ഫുള്ള് മോശമായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പ് കഴിഞ്ഞില്ല ഗൈസ്. അപ്പോൾ വർക്ക്ഷോപ്പ് വണ്ടി അവിടെ കണ്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ എവിടെയാണെന്നായിരിക്കും വണ്ടി. അവരെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇതാണ് അവരെ വീട്. ഇതല്ല ഗൈസ്. നമുക്കാണെങ്കിൽ ഇവിടെ വീടൊക്കെ ആയിട്ട് കിടക്കുക. അടുത്ത വീട് എന്തായാലും ഞാൻ സ്ഥലം മാറാൻ പോകാണ് ഗൈസ്. അവിടുന്ന് ഇവിടെ വന്ന് ഇവിടെ താമസിക്കണം. പുള്ളിയായിരിക്കില്ല ഗൈസ്, ഇവിടെ താമസിക്കല്ലേ. ഏതായാലും കമൻ്റ് ആക്കി വിളി അവിടെ താമസിക്കണോ ഇവിടെ താമസിക്കണോ എന്നല്ലേ. ഏതായാലും വണ്ടി ഒരു പരിവാവും അവിടെ എത്തുമ്പോൾ. ഇപ്പന്നെ 90 ഹെൽത്ത്. ഈ ഇങ്ങനെ റോഡ് കിടക്കുന്ന സമയത്ത് ഇവർ പറക്കാണ് കഴിച്ച്. നമ്മളൊക്കെ മെല്ലെ പതിയാണ് പോണേ, ആ സമയത്ത് ഇവർ പറക്കാണ് കഴിച്ചു. കണ്ടോ, അപ്പോൾ അവിടെ പോയി ഐറ്റങ്ങളെ ഇടിച്ച് കണ്ടോ. എന്തിനാണ് ഇത്ര പറക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തോ കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ എവിടെ ഒന്നാണ് എന്നാണ് പറഞ്ഞത്. ഇത് കോറിയല്ല ഗൈസ്. ഇവിടെ കച്ച് ഇവിടെയൊക്കെ വെക്കുകയാണെങ്കിൽ എങ്ങനെ കഴിയാനാണ് ഗൈസ്. നമുക്ക് ഏതായാലും കുറച്ച് അവിടെ എങ്കിലും വെച്ച് നല്ല സ്ഥലം നോക്കി അവിടെ നിന്ന് റിവ്യൂ ചെയ്യാം. അതിൻ്റെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. വരെ തട്ടുകട തന്നെയാണ് കേട്ടോ ഗൈസ് ഇതും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ വരെ ചോദിച്ചേക്കാം, പോകട്ടോ. അപ്പോൾ അവർ ഈ ഗാരേജിലാണ് വണ്ടി ഇല്ലേന്ന് പറയുന്നത് കേട്ടോ ഗൈസ്. ഇത്ര ദൂരെ ഞാൻ ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. എന്നെങ്ങാനും ഗാരേജ് എത്തുമോ എന്നാണ് എൻ്റെ കണ്ടും കണക്കും അറിയിക്കുന്നത് ഗൈസ്. എന്തായാലും എങ്ങനെയെങ്കിലും ഗാരേജ് എത്തിയിട്ട് കാണാം. ഗാരേജിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു നേരത്തെ നമ്മൾ പോകുന്ന നാടില്ല ഗൈസ്. അപ്പോൾ സംഭവം നമുക്ക് തിരിഞ്ഞില്ല ഗൈസ്. അച്ചാതി അപ്ഡേറ്റാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. വണ്ടി ബാക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഏതായാലും നമ്മളെ വണ്ടി വിട്ടിട്ട് വിട്ടാൽ ഇതേതായാലും ഇപ്പോൾ നമ്മളെ ചക്കന്മാർ കൊണ്ട് ഇട്ട് പോകും. അങ്ങനെ എന്തൊരു ആവശ്യത്തിന് ചക്കന്മാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വണ്ടി തന്നെ എടുത്ത് പോകുന്നത് ഗൈസ്. ഫുള്ളി ചളിയാണ് ഗൈസ്. ഫുള്ളി ചളി എന്ന് പറഞ്ഞാൽ ചളി. കളിച്ചു പോകുന്ന നാടായിരുന്നു ഗൈസ്. നേരത്തെ പറഞ്ഞ എന്താ അപ്ഡേഷൻ ഗൈസ് അറിയുന്ന തന്നെയല്ല. അപ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ ഗൈസ്. പക്ഷെ നമ്മൾ ആ കളിച്ചെന്ന് പറഞ്ഞ സ്ഥലങ്ങളൊന്നും മറക്കൂല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വീടും ആ ഗാരേജ് നമ്മൾ സ്വന്തമാക്കാൻ പോവാണ് ഗൈസ്. നമ്മളെ ഗാരേജും വീടും നമ്മൾ ഇവിടുന്ന് വെക്കും, ഇങ്ങോട്ടൊരു പോരും ഗൈസ്. ഏതായാലും നമുക്ക് ഇവിടെ നല്ലൊരു പുഴ കാണുന്നുണ്ട് ഗൈസ്. അതിലൊന്നും കയറേണ്ട, അമീബ വരും. ഏതായാലും നമുക്ക് നേരെ നമ്മളെ ചെറുക്കനെ പോയി കാണാം. കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വണ്ടി അവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം
അപ്പം നല്ല സുഖമായിരിക്കും ഗൈസ്. ആ വണ്ടി പോയിട്ടുണ്ട്. അപ്പം ഇനി എന്തോ ഒരു വർക്കിനൊക്കെ കഴുകാനും പിന്നെ അതൊന്ന് ക്ലീനാക്കിയാണ്ട് ഇതിന് വേണ്ടി പോയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സ്ലീപ്പർ കോച്ച് നമ്മൾ റിവ്യൂ ചെയ്തില്ലല്ലോ ഗൈസ്. വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് റിവ്യൂ ചെയ്യാം. ഇനി മുന്നേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ റിവ്യൂ ചെയ്താലാ. ഇതാണ് കേട്ടോ ഗൈസ് നമ്മളെ സ്ലീപ്പർ കോച്ച്. നമ്മളെ നെയിം ബോർഡൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഉണ്ട് എന്നില്ല നിങ്ങൾ കമൻ്റ് ആക്കിക്കോളി. ബെൻസ് എന്നുള്ള ചില ലോഗൊക്കെ നമ്മൾ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനിട്ട പേരെന്ന് ചോദിച്ചാൽ ബാക്ക് ബെഞ്ചർ എന്നാണ് കേട്ടോ ഗൈസ്. എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻ്റ് ആക്കിക്കൊള്ളിട്ടോ. കിടില്ലല്ലേ? നമുക്ക് ഏതായാലും വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. നമ്മൾ ഒരാഗ്രഹമായിരുന്നു ഗൈസ്. പിന്നെ അതിൽ ചേസ് നമ്മളെ ലൈലാൻഡിൻ്റെ ചേസാണ് കേട്ടോ ഗൈസ്. ലൈലാൻഡിൻ്റെ ചേസ് ഏതായാലും നമുക്ക് നേരെ വരൊക്കെ കൊണ്ടുപോയി ഫുഡ് കഴിക്കാൻ പോകണം. കാരണം ആരും ഫുഡ് കഴിച്ചില്ല ഗൈസ്. എല്ലാവർക്കും വണ്ടി കാണാനുള്ള ഒരു ആകാശമായിരുന്നു ഗൈസ്. എല്ലാവരും കൊണ്ട് ഫുഡ് കഴിക്കണം. ഇനി നമുക്ക് നേരെ വരെ കൊണ്ടുപോയി ഫുഡ് കഴിപ്പിക്കണം ഗൈസ്. എല്ലാവർക്കും വണ്ടി കണ്ടുന്നത് എല്ലാവരും പോയി കടന്നുറങ്ങാണ്. ഞാൻ എപ്പോഴും ഡ്രൈവിങ്. നമുക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ഉറങ്ങണം ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊന്ന് പോയി നോക്കണം. ആദ്യം ഫുൾ ഒരു നല്ല ഹോട്ടലിലൊന്ന് പോയിട്ട് ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്താണ് നമ്മളെ വണ്ടീൻ്റെ ഇൻറ്റീരിയറും ഒക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാണ്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയറൊക്കെ. ഇതാണ് ഇൻറ്റീരിയർ വേറെ ലെവലാണ് കേട്ടോ. ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് ഇവിടെ നിർത്തിയിട്ട് വണ്ടീൻ്റെ ലൈറ്റ് വർക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ 3 മോഡ്സ് ആയിട്ടാണ് വരുന്നത്. ഡിക്കിയൊക്കെ അവിടെ നിന്ന് ഓപ്പൺ ആക്കാം, ഡോറൊക്കെ ഓപ്പൺ ആവും, പിന്നെ അതായത് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആവും. ഇത്രയൊക്കെ വരുള്ളൂ ഗൈസ്. അപ്പോൾ ഇതുണ്ട് ഗൈസ്. ഇത് ഡോറ് ഓപ്പൺ ആക്കുമ്പോൾ ഉള്ളിലാകെ ലൈറ്റാണ് കേട്ടോ. ഏതായാലും നമുക്ക് അങ്ങനെ ലൈറ്റ് ഇട്ടാലും ഗൈസ് ആ ഒരു ലൈറ്റ് വരില്ല ഗൈസ്. എന്നാലും ഇനി ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഏതായാലും നമുക്ക് ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ. ഇങ്ങനെ ഉണ്ട് ഗൈസ്. കിട്ടില്ലല്ലേ? അപ്പോൾ ഇതിലും ചെറിയ ട്രിപ്പൊക്കെ നമുക്ക് പോകണം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പോകുന്നുണ്ട്. ഏതായാലും നിങ്ങളും എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോകാം. ഇതാണ് ഗൈസ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത്. ഇപ്പം ബാക്കിന് ചെറിയൊരു ഇപ്പോൾ സേഫിങ് ഡോറാണ് ഗൈസ്. എമർജൻസി ഡോറ് ഇവിടെ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പം 3ാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ഇത് ഓപ്പൺ ആവില്ല ഗൈസ്. ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഹോട്ടലിലാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ കയറ്റിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ. നമുക്കൊന്ന് കയറി ഫുഡ് കഴിക്കണം ഗൈസ്. രാവിലെ വന്നാണ് ഗൈസ്, ഒന്നും കഴിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും പോയി കഴിക്കട്ടെ ഗൈസ്. ചേട്ടാ ഒരു ബിരിയാണി. അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കോളി. എല്ലാവരും കൊണ്ട് നമുക്ക് ട്രിപ്പ് പോവാം കേട്ടോ. എല്ലാവരും ഒരു കമൻ്റ് ആക്കിക്കോളി. അപ്പോൾ ഇത്രയുള്ള നമ്മളൊരു വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെ വണ്ടി നമ്മൾ കാണിച്ചു തന്നില്ല ഗൈസ്. നമ്മളെ സ്ലീപ്പർ കോച്ച് ഗ്ലൈഡറിനെ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇനി ഈ വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ദെൻ ബൈ. ഇതിനെ കാണാനുള്ള ലുക്കൊക്കെ പട്ട ലുക്ക് എനിക്ക് നല്ല എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വല്ല വോൾവോയിലേക്ക് ഒന്ന് കയറണം. ചുടുവല കിട്ടിയപ്പോൾ മേടിച്ചാണ് ഗൈസ്. പവർ ഷോപ്പിലൊക്കെ ഒന്ന് നോക്കണം ഗൈസ്. കാരണം ഇതിനൊക്കെ ഒടുക്കത്തെ വില ആയിരിക്കും ഗൈസ്. അപ്പം ചുടുവില എന്ന് പറയുമ്പോൾ ഒരു 80 lakhs. ചുടുവില ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ അത്ര വിലക്ക് ഇത്ര ഒരു വണ്ടി ലാഭമല്ലേ ഗൈസ്. അപ്പോൾ ഒരു 30,000 ലക്ഷമാണ് ഗൈസ് ഞാൻ ഈ ഒരു വണ്ടി കണ്ടി ചിലവാക്കി ഗൈസ്. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു ക്യാപിറ്റൽ ഈ ഒരു വണ്ടിക്ക് വാങ്ങണം ഗൈസ്. ഇതാണ് വണ്ടി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഈ വണ്ടീൻ്റെ ട്രിപ്പ്. അപ്പോൾ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തോളി. ആരൊക്കെ കൊണ്ടാ കമൻറ്റിനനുസരിച്ച് കൊണ്ടുപോകും ഗൈസ്. അപ്പോൾ
എല്ലാവരോടും കമൻറ്റ് ചെയ്തോളി. ഈ ഒരു വണ്ടി ട്രിപ്പ് പോരാ ആഗ്രഹമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തോളി കേട്ടോ. അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ സീനാട്ടോ ഗൈസ്. അശോക് ലൈലാൻഡിൻ്റെ ചേസിൽ വരുന്ന ഒരു കിടില ഇൻറ്റീരിയർ ആണ് ഗൈസ് ഈ ഒരു വണ്ടി വരുന്ന ഗൈസ്. എത്ര ഉള്ള മാതിരി വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.